ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ നിൽക്കുന്നത് അഞ്ചൽ അർച്ചന തിയേറ്ററിലാണ്. CID രാമചന്ദ്രൻ റിട്ടയേർഡ് SIയുടെ ഫസ്റ്റ് ഷോ മുതൽ നമ്മൾക്ക് പ്രേക്ഷകരുടെ ഒപ്പീനിയൻ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചറിയാം. CID രാമചന്ദ്രൻ റിട്ടയേർഡ് SI സിനിമയിലെ ആർട്ട് ഡയറക്ടർ നമ്മുടെ കൂടെയുണ്ട്, മനോജ് മാവേലിക്കര സാർ. നമുക്ക് സാറിനോട് ഈ സിനിമയുടെ എക്സ്പീരിയൻസിനെ കുറിച്ച് ചോദിക്കാം. സാർ, എങ്ങനെയുണ്ടായിരുന്നു ഈ സിനിമ ചെയ്യുന്ന സമയത്തും അത് കഴിഞ്ഞതിന് ശേഷമുള്ള ആളുകളുടെ റെസ്പോൺസും ചെയ്യുന്ന സമയം എങ്ങനെയുണ്ടായിരുന്നു എന്ന് പറയാം? ഇത് ശരിക്കും ഒരു ഗ്രൂപ്പ് വർക്കായിരുന്നു, നല്ലൊരു ടീം വർക്കായിരുന്നു. അഞ്ചൽ ഭാഗത്ത് അങ്ങനെ നമ്മൾ കൂടുതലും സെറ്റ് വർക്കെല്ലാം നടന്നത് അഞ്ചലിലെ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളെല്ലാം അഞ്ചലായിരുന്നു. പിന്നെ തിരുവനന്തപുരം അഞ്ചലിൽ നല്ല സഹകരണമായിരുന്നു, നാട്ടുകാരുടെ ഭയങ്കര നല്ല സഹകരണം, നല്ല സപ്പോർട്ടൊക്കെ ആയിരുന്നു. ഒരിക്കലും അത് നമുക്ക് മറക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതുപോലെ തന്നെ സിനിമയുടെ വിജയത്തിനും അഞ്ചൽ ആളുകളുടെ ഉണ്ട് അതുപോലെ തിയേറ്ററിൽ കാണാനുണ്ട്. അഞ്ചൽ ഈ രാവിലെ തന്നെ ആൾക്കാർ അവിടെ ചെയ്യുന്നു. അതും പരിചയമുള്ള മുഖങ്ങളെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം. അപ്പോൾ അതുപോലെ തന്നെ വിജയത്തിന്, സിനിമയുടെ പൂർണ്ണമായ വിജയത്തിന് വേണ്ടിയിട്ടും എല്ലാവിധ പ്രാർത്ഥനകളും ഞങ്ങൾ നേരുന്നു. എന്തായാലും സിനിമ കണ്ടതിന് ശേഷം നമുക്ക് എങ്ങനെയുണ്ട്? തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും എന്ന് പറഞ്ഞാൽ ഇത് നല്ലൊരു സിനിമയാണ്. നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്, നല്ല ഡയറക്ഷൻ, അതുപോലെ നല്ല ടീം വർക്കാണ്. അപ്പോൾ എന്തായാലും നമുക്ക് സിനിമ എങ്ങനെയുണ്ടെന്ന് കണ്ടിട്ട് നമ്മൾ തീർച്ചയായും റിപ്പോർട്ട് അറിയിക്കും. ഇനി നമ്മുടെ കൂടെ ഉള്ളത് ഈ സിനിമയുടെ പ്രൊഡക്ഷൻ കൺട്രോളായ സുനിൽ കാഴ്ച സാറാണ്. സാറിനോട് നമുക്ക് സിനിമയുടെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? ഉറപ്പായിട്ടും അങ്ങനെ വിചാരിക്കുന്നു. അതുപോലെ അഞ്ചൽ നാട്ടുകാരുടെ റെസ്പോൺസും സഹകരണവും എല്ലാ രീതിയിലുള്ള സഹകരണങ്ങളും ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ നിന്ന് ആൾക്കാർ അതനുസരിച്ച് ഞങ്ങളെ വിളിച്ചു പണം കാണാനായിട്ട് ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നെത്തുമായിരുന്നു എല്ലാവരും പ്രതീക്ഷയായിരുന്നു. അപ്പൊ എന്തായാലും ഇന്ന് നമുക്ക് ഫസ്റ്റ് ഷോ കാണുകയാണ്. എങ്ങനെയുണ്ടായിരുന്നു നമുക്ക് റെസ്പോൺസ്? ഫസ്റ്റ് ഷോ കഴിഞ്ഞതിന് ശേഷമുള്ള റെസ്പോൺസ് എങ്ങനെയാണെന്ന് നോക്കാം. അമ്മേ, ഈ സിനിമ കണ്ടു കഴിഞ്ഞതിന് ശേഷമുള്ള റെസ്പോൺസ് എന്താണെന്ന് പറയാമോ? ചന്തപ്പെട്ടക്കാരോട് പ്രത്യേകം ഒരു നന്ദി അറിയിക്കാനില്ലേ? ആനക്കുളം പ്രത്യേകിച്ച്. ഓക്കെ, താങ്ക് യു. ഈ സിനിമ കണ്ടു കഴിഞ്ഞതിന് ശേഷമുള്ള അഭിപ്രായം ഒന്ന് പറയാമോ? അതെല്ലേ, ഓക്കെ, താങ്ക് യു. ഈ സിനിമ കണ്ടു കഴിഞ്ഞിറങ്ങുമ്പോഴുള്ള അഭിപ്രായം ഒന്ന് പറയാമോ? നല്ലൊരു സിനിമയായിരുന്നു. ഷാജോൺ ചേട്ടന്റെ കഥാപാത്രത്തെ കുറിച്ച് എന്താ പറയാനുള്ളത്? അതിലൊരു കുറ്റാന്വേഷണം അത്രയും കണ്ടുപിടിച്ച് എല്ലാവർക്കും ഉണ്ടായില്ലേ? ഷാജോൺ ചേട്ടന്റെ കഥാപാത്രത്തെ കുറിച്ച് സൂപ്പർ. എങ്ങനെയുണ്ടായിരുന്നു സിനിമ? ഷാജോൺ ചേട്ടന്റെ അഭിനയത്തെ കുറിച്ചും കഥാപാത്രത്തെ കുറിച്ചും എന്താ പറയുക? നമ്മുടെ ദൃശ്യം സിനിമയിലെ ഷാജോൺ ചേട്ടന്റെ കഥാപാത്രവും ഈ ഒരു സിനിമയിലെ കഥാപാത്രവുമായിട്ട് എങ്ങനെ നമുക്ക് അതിനെ ഒന്ന് താരതമ്യപ്പെടുത്താൻ പറ്റും? അത് ദൃശ്യം എന്നുള്ള ഒരു സിനിമയിലുണ്ടായിരുന്ന പോലീസിന്റെ ഒരു വേഷം ചെയ്തതുകൊണ്ട് തന്നെ പുള്ളി കുറച്ചുകൂടെ കോൺഫിഡന്റ് ആയിരുന്നു. അത് വെച്ച് നോക്കുമ്പോൾ ഇത് വളരെ നന്നായിട്ടുണ്ട്. ഒരു നായക വേഷം ഒരു പോലീസ് വേഷം നല്ല കണക്ക് എടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ ചണ്ണപ്പെട്ട നാട്ടുകാരോടും അഞ്ചൽ നിവാസികളോടും ഒക്കെ എന്താ പറയാനുള്ളത്? നല്ലൊരു സിനിമയ്ക്ക് സാക്ഷ്യം വഹിക്കേണ്ടി വന്നത് ഞങ്ങളെല്ലാവരും ഈ സിനിമയിൽ ചെറിയ ഭാഗമായിട്ടുണ്ട്. ഓക്കെ, നല്ലൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറായിരുന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പിന്നെ അനീഷ് ശിവദാസ്, അദ്ദേഹമാണ് നമ്മുടെ ഒരു കോണ്ടാക്ട്. നല്ല രീതിയിൽ നമ്മളെയൊക്കെ പ്രദേശമൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് അദ്ദേഹം വർക്ക് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. സനൂപ് സത്യം ഇത് നല്ലൊരു മേക്കിംഗ് ആണ് അതിനകത്ത് നടത്തിയിരിക്കുന്നത്. വളരെ നന്നായിട്ട് ഡയറക്ട് ചെയ്ത് ഒരു ലാഗില്ലാതെ ഡയറക്ട് ചെയ്തിട്ടുണ്ട്. ഒരു സ്റ്റോറി ഇൻവെസ്റ്റിഗേഷൻ മുകളിൽ കൊണ്ടുപോകാൻ അയാൾ ശ്രമിച്ചിട്ടുണ്ട്. അതിനേക്കാൾ ഉപരി എനിക്ക് തോന്നി മറ്റൊരു കാര്യം, ഒരു പോലീസ് ഉദ്യോഗസ്ഥനാകട്ടെ വേറൊരാളാകട്ടെ, ഇപ്പോൾ ഗവൺമെന്റ് സർവീസ് ഇരിക്കുന്ന ആൾ റിട്ടയർഡ് ആയി കഴിഞ്ഞാലും സമൂഹത്തിന് വേണ്ടി നല്ലൊരു സന്ദേശം സമൂഹത്തിന് കൊടുക്കാൻ പറ്റി. കാരണം സാധാരണ റിട്ടയർഡ് ആയി കഴിഞ്ഞാൽ വീട്ടിൽ ഒതുങ്ങി കൊടുക്കുകയായിരുന്നു. ഇത് അതല്ല, നല്ലൊരു സന്ദേശം സമൂഹത്തിന് കൊടുക്കാൻ പറ്റി. അതിൽ അദ്ദേഹം വിജയിച്ചു. ഈ സിനിമയിൽ ചെറിയൊരു ഭാഗം അഭിനയിക്കാൻ പറ്റിയതിൽ വളരെ സന്തോഷം. എല്ലാവരും അതായത് ഈ അദ്ദേഹത്തിന് അഭിമുഖീകരിക്കേണ്ടി വരുന്ന ഒരു പ്രശ്നമുണ്ട്, കാക്കിയില്ലാത്തതിന്റെ പേരിൽ. പക്ഷെ അവിടെ ആ സപ്പോർട്ട് ഭയങ്കരമായി പോയി. ഓക്കെ, അപ്പൊ ആ ഒരു മേക്കിംഗ് വളരെ നന്നായിട്ടുണ്ട്. ശരി, ഓക്കെ.
ഈ സിനിമ കണ്ടിറങ്ങിയതിന് ശേഷം വളരെ നന്നായിട്ടുണ്ടല്ലേ? അപ്പോൾ ബെസ്റ്റ് മൂവി ഷാജോണിന്റെ ഈ അടുത്തിടയ്ക്ക് നമ്മൾ കണ്ടതിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള പടം, ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള പടം. നമുക്കൊരു ഒട്ടും ലാഗില്ലാത്ത കാണാൻ പറ്റിയ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള പടമാണ്. ഒരു നഷ്ടമില്ല, കാണുന്നവർക്കെല്ലാം മുടക്കുന്ന പൈസക്ക് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള പടമാണ്. അപ്പോൾ ഇനി അതിലൊക്കെ വന്ന് കാണാൻ പറ്റിയ കാണുക. ഞങ്ങൾ ഇനി ഫാമിലി ആയിട്ട് വന്ന് കാണാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഷാജോൺ ചേട്ടന്റെ ദൃശ്യവും മൂവിയായിട്ടും പിന്നെ ഇതിലെ ക്യാരക്ടറായിട്ടും എങ്ങനെ വിലയിരുത്താൻ പറ്റും? തീർച്ചയായും ദൃശ്യത്തിൽ തുടങ്ങി ഷാജോൺ വന്നിട്ട് ഇപ്പം ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന ഒരു പടമാണ്. 100% ഞങ്ങളെ സപ്പോർട്ട് ചെയ്യും. അതെ, ഒട്ടും ലാഗില്ലാത്ത ഒരു ബെറ്റർ മൂവിയാണ്. അതെ, ഒട്ടും നമുക്കൊരു ഒരു നിമിഷം പോലും നമുക്കൊരു ലാഗില്ലാതെ വളരെ ബെറ്റർ ആയിട്ടുള്ള പടം. CID രാമചന്ദ്രൻ റിട്ടയർഡ് SI സിനിമ കണ്ടു കഴിഞ്ഞതിന് ശേഷമുള്ള ആ ഒരു ഫീഡ്ബാക്ക് ഒന്ന് പറയാമോ? അത് സീനായിരുന്നു അല്ലേ? വളരെ അത് നല്ല രീതിയിൽ ആദ്യം മുതൽ അവസാനം വരെ സിനിമ ഫുള്ളായിട്ട് അതേക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? അദ്ദേഹം റിട്ടയർഡായിട്ടും അദ്ദേഹം അയാളുടെ പോലീസ് ബുദ്ധി ഉപയോഗിച്ച് ആ കേസ് കണ്ടുപിടിക്കുന്നത്, അതിൽ നിന്ന് ആ ഒരു യൂണിഫോമിന്റെ ആ ഒരു പവറിലേക്ക് വീണ്ടും ഉണ്ട്. അതിന്റെ പവർ എന്നാൽ കാണിക്കാനും ശ്രമിക്കുന്നുണ്ടല്ലേ? എന്തായാലും ആ ഒരു ലാഗില്ലാതെ സിനിമ കണ്ടു കഴിയാൻ പറ്റിയിട്ടുണ്ടോ? അതെ അല്ലേ? സാധാരണ ഒരു സിനിമ കാണുന്നതിനെക്കാട്ടിയും ലാഗോ അല്ലെങ്കിൽ അങ്ങനെയൊന്നുമില്ല, നല്ല ക്ലിയർ ആയിട്ട് ക്രിസ്പ് ആൻഡ് ക്ലിയർ ആയിട്ട് ഒരു സിനിമ കണ്ട ഫീൽ ഉണ്ടല്ലേ? അപ്പോൾ എല്ലാവരോടും ഇനി എന്താണ് പറയാനുള്ളത്? സിനിമ കാണണം, നല്ല സിനിമയാണ്, ബോറടിക്കാൻ പറ്റാത്ത റിട്ടയർഡ് SI സിനിമ കണ്ടു കഴിഞ്ഞതിന് ശേഷമുള്ള ആ ഒരു അഭിപ്രായം എന്താണ്? നല്ലൊരു ത്രില്ലർ, ഒരു സിമ്പിൾ സിനിമ, കണ്ടിരിക്കാൻ പറ്റുന്ന ബോറിംഗ് ഇല്ലാത്ത ഒരു സിനിമ, എന്റർടൈൻമെന്റ് സിനിമ, വളരെ നല്ല സിനിമ കണ്ടുകൊണ്ടിരിക്കുക. എന്താണ് സിനിമയെ കുറിച്ച് അഭിപ്രായം പറയാനുള്ളത് മോൾക്ക്? നല്ല അഭിപ്രായം. സിനിമ ഇഷ്ടപ്പെട്ടോ? ലാഗിങ് ഒന്നും ഇല്ലാതെ ക്ലിയർ ആയിട്ട് എന്താണോ ഉദ്ദേശിച്ചത് നന്നായിട്ട് ചെയ്തിട്ടുണ്ടല്ലേ? വെൽ ക്രാഫ്റ്റഡ്. അത്യാവശ്യം നമ്മുടെ ഈ ക്രൂവിലുള്ള ഈ CID രാമചന്ദ്രൻ റിട്ടയർഡ് SI എന്ന സിനിമയിലെ ക്രൂവിലുള്ള അത്യാവശ്യം മെമ്പേഴ്സ് നമ്മുടെ കൂടെ ഇന്ന് സിനിമ കാണാനുണ്ടായിരുന്നു. പ്രേക്ഷകരായാലും എല്ലാവരും നല്ല അഭിപ്രായമാണ് സിനിമയെക്കുറിച്ച് പറയാനുള്ളത്. പേഴ്സണലി എനിക്കും പറയാനുള്ളത് നല്ല അഭിപ്രായമാണ്. ലാഗിങ് ഇല്ലാതെ ക്ലിയർ ക്രിസ്പായിട്ട് ഒരു ഇൻവെസ്റ്റിഗേഷൻ മൂവി കണ്ടിറങ്ങിയത് വളരെ കറക്റ്റായിട്ട് നമുക്കത് എത്തിക്കാൻ പറ്റുന്നുണ്ട് പ്രേക്ഷകരിലേക്ക്. എല്ലാവരും കണ്ടിട്ടില്ലെങ്കിൽ എല്ലാവരും ഈ അടുത്തടുത്തുള്ള ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുക, കണ്ടോളുക. എല്ലാവർക്കും നല്ലൊരു ദിനം നേരിടും.